നീയാ? വാ ഇരിക്ക്. അല്ല ഉമ്മ എന്തേ? ഉമ്മ ഇവിടെ ഉണ്ട്, കിടക്കുക, ഞാൻ വിളിക്കാം. പിന്നെ മോളെ കല്യാണത്തിന് എനിക്കൊന്ന് വരാൻ പറ്റിയില്ലായിരുന്നു. അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവിടെ കല്യാണത്തിനൊക്കെ വരണമെന്നുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് സുഖമായിട്ടിരിക്കുന്നു അവിടെ? ആരാ അത്? ആഹാ, നീയായിരുന്നോ? എനിക്ക് അപ്പോഴേ തോന്നി നിൻ്റെ സ്വരം കേട്ടപ്പോൾ ഒരു പഴഞ്ചുള്ളൊരു സ്വരമേ. പിന്നെ നിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളെപ്പറ്റി ഒരു വിവരവും ഇല്ല, ഒരറിവുമില്ല, ഒന്നുമില്ല. അന്ന് കണ്ടതാ ഞാൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവനിപ്പോഴും ഗൾഫിൽ തന്നെയാണോ? ആ, അവന് ഗൾഫിൽ തന്നെയാ. അവൻ അടുത്ത ആഴ്ച വരും. നിൻ്റെ മരുമോൾ എന്ത് ചെയ്യുന്നു? മരുമോള് അവളിവിടെ ഉണ്ട് ഇപ്പോൾ. അവൾക്കിപ്പോൾ ജോലി കിട്ടി ബാങ്കിൽ. ബാങ്ക് ജോലിയോ? ആഹാ. അവൾക്ക് ജോലിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവൾ കയറിയിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആയതേ ഉള്ളൂ. കാരണം ഞങ്ങൾ അവിടെ ആയിരുന്നല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വസ്തുവൊക്കെ വിറ്റിട്ട് ഞങ്ങൾ വേറെ സ്ഥലമൊക്കെ മേടിച്ചത്. പിന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവൻ മനസ്സിൽ കണ്ട ഒരു വീട് വെക്കണമെന്ന്. അതെന്തായാലും അതുപോലെ തന്നെ നടന്നു. അപ്പോൾ അതിൻ്റെ പാല് കാച്ചും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനൊന്നും പോകത്തില്ല, ഞാനും എന്നെ അവളും പോകത്തില്ല. ഞങ്ങളിവിടെ കാണും. അവൾക്കിപ്പോൾ ജോലിയായല്ലോ. അപ്പം അതിനൊന്നും ജോലിക്കൊന്നും പോകുന്നതിന് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അവനിനി അടുത്ത ആഴ്ച വരത്തുള്ളൂ. കാരണം അവനവിടെ സൂപ്പർ മാർക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പാല് കാച്ചിൻ്റെ തലേന്നേ അവൻ വരത്തുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം അവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും റബ്ബ് നടത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ മോനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവന് പറഞ്ഞ് ആദ്യം പാല് കാച്ച് പറയേണ്ടത് നമ്മുടെ ഈ വീട്ടിൽ വേണമെന്ന് പറയാൻ. കാരണം നമ്മളെക്കാട്ടിയും കൂടുതലും ആഗ്രഹിച്ചത് നമ്മൾ രക്ഷപ്പെടണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വേണം ആദ്യം വിളിക്കാനെന്നാണ് എൻ്റെ മോൻ ആദ്യം പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഒരു ബന്ധുക്കാർക്ക് പോലും ഞങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ ആദ്യം ഞങ്ങൾ വരുന്നത്. അപ്പോൾ പാല് കാഴ്ചന് നിങ്ങളെല്ലാവരും വരണം. എനിക്കറിയാമായിരുന്നടി മോളെ അവൻ്റെ രക്ഷപ്പെടുമെന്ന്. കാരണം അവൻ അത്ര നല്ലൊരു പയ്യനാണ്. അവന് ജോലി ചെയ്യാനാണെങ്കിലും ഒരു മനുഷ്യനെ ഇതാക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. പോട്ടെ പടച്ചാനെ, അവന് നല്ല കാലം വന്നല്ലോ. ഇനി എനിക്ക് പോകേണ്ടത് എൻ്റെ മോളുടെ അടുത്താട്ടാ. അവളെ കണ്ടിട്ട് ഇപ്പോൾ എത്ര നാളായി. എന്തായാലും അവിടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നീ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതം അവൾക്ക് നീ കൊടുത്തല്ലോ. സന്തോഷം സമാധാനം ഒക്കെ ആയിരിക്കും എൻ്റെ പൊന്നുമോൾക്ക്. എവിടെ അവളെ കെട്ടിച്ചു വിട്ടത്? സ്ഥലം എവിടെ അവിടെ? അവളെ വിളിക്കാൻ നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവളിവിടെ ഉണ്ട്. അവിടെ കാര്യത്തിൽ ആകെ ഇച്ചിരി വിഷമത്തില്ല ഞങ്ങൾ. അയ്യോ, എന്ത് പറ്റി? എന്താ അവൾക്ക്? എന്തിനു പറയുന്നു? ഇവളെ പറഞ്ഞാൽ മതി. എന്നെക്കാട്ടി കൂടുതൽ അറിയാലോ ഇവളെ. എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് ആഗ്രഹം അവരോരുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം, നല്ല ജീവിതമൊക്കെ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ ഒരു ആഗ്രഹം ഒരു പരിധി വിട്ടൊരു ആഗ്രഹങ്ങളായിപ്പോയി. കൊമ്പത്തുള്ള ആലോചനയ്ക്കേ അവൾ കൈ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കൊമ്പത്തുള്ള ആലോചന വന്ന് ഒരു നാണം കെട്ട ഒരാൾക്കാരായിരുന്നു മോളെ. ഞാൻ പറഞ്ഞത് വന്നപ്പോഴേ ഞാൻ പറയടി നമുക്കത് ആലോചിക്കണം, നമുക്കത് നോക്കാം. അല്ലാതെ നീ വാക്ക് കൊടുക്കല്ല. അവൾ വാക്കും കൊടുത്തു, കൊച്ചിന് ആശയം കൊടുത്തു, ആഗ്രഹം എല്ലാം കൊടുത്തു, പൊന്നും പണവും ഒക്കെ കൊടുത്തു. അവർക്ക് കണ്ണും മൊത്തം പെണ്ണിനോടല്ലായിരുന്നു, ഇതിനോടായിരുന്നു, ഈ സ്വത്തുക്കളും എല്ലാത്തിനുമായിരുന്നു. അവൻ എന്തിനു പറയുന്നു? ഈ വീട് വരെ ഇപ്പോൾ പണയത്തിലാണ് മോളെ. ആകെപ്പാട് പ്രശ്നത്തിലിരിക്കുവാണെന്ന് വേണം പറയാനായിട്ട്. ഓരോന്ന് വിറ്റും പിറക്കിയൊക്കെ കൊടുത്ത്. എന്നിട്ടും അവൻ്റെ ആർത്തി തീരുന്നില്ല. ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും പറയാനില്ല. അവളിപ്പോൾ ഇവിടെ ഉണ്ട്. അവളിപ്പോൾ ഇപ്പാൾക്ക് പഠിച്ചൊരു ജോലി മേടിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം. ഇനി കല്യാണം വേണ്ട, കച്ചേരിയും വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക. മൊത്തത്തിൽ കടവായിരിക്കുക പൊന്നുമോളെ. ഇനി കേസൊക്കെ പറഞ്ഞതൊക്കെ എപ്പോൾ തിരിച്ച് കിട്ടാനാ? അതൊക്കെ എപ്പോൾ കിട്ടാനാ? കൊടുത്തത് മൊത്തം അവനെന്തോ ചെയ്തെന്ന് പോലും നമുക്കറിയത്തില്ല. ലാസ്റ്റ് ഈ വീട് പണയം എടുത്ത് വരെ അവനിക്ക് പണം കൊടുത്തു. ഇപ്പം അതുമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ അവസ്ഥ. ഈ വീട് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തുള്ള വേദനയില്ല നമ്മൾ. പിന്നെ ആ കൊച്ചിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ സങ്കടം വരിക. അപ്പോൾ ഇതിന് മൊത്തം ചിരിയുമില്ല, കളിയുമില്ല, തമാശയുമില്ല. എന്തിനു പറയുന്നു? മക്കൾക്ക് സന്തോഷം സമാധാനമുള്ള ജീവിതം ഉണ്ടാക്കി കൊടുത്തത്. ഞാനൊന്നും പറയുന്നില്ല, നീ വിഷമിക്കണ്ട. അവിടെ കാര്യങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കും. പിന്നെ അവളെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നീ ചെയ്യരുത്.
നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കി വെച്ചാൽ നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം. പിന്നെ നീ ഒന്നും മനസ്സിലാക്കേണ്ടത്, ഈ പണത്തിലോ പദവിയിലോ ഒന്നും കാര്യമില്ല. അതൊന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് കൊടുക്കേണ്ടത്. അവർ നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടോ, അവരെ സ്നേഹിക്കുന്നുണ്ടോ, അവരെ വഞ്ചിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനകത്താണ് കുറേ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. പണം കുറേ മുടി കിട്ടിയാൽ എന്ത് കിട്ടാനോ? അവിടെ സന്തോഷം വേണം, സമാധാനം വേണം. സന്തോഷം സമാധാനം ഇല്ലാത്തൊരു ജീവിതത്തിന് ഒരു അർത്ഥമില്ലടി. നീ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയാൻ മടിക്കരുത്. നീ പകരത്തിന് പകരം ചെയ്യുമല്ല, അതെത്ര തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. പകരമാകില്ല അത്. ഒരുപാട് പട്ടിണിക്കും എല്ലാത്തിനും നീ ഉപകാരപ്പെട്ടവളാണ്. പക്ഷേ എനിക്കെന്തൊരു ആവശ്യം വന്നാൽ ചെയ്യണ്ടേ ഞങ്ങൾക്ക്? ഈ വീട്ടിലൊക്കെ ഒരുപാട് കയറി ഇറങ്ങി നടന്നതാണ് ഞാനും എൻ്റെ മോനും ഒക്കെ. ആ വീട് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സമ്മതമല്ല. അതുകൊണ്ട് നീ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാൻ മടിക്കരുത്. അവൾ പഠിക്കട്ടെ, അവൾ പഠിച്ച് അവളുടെ സ്വപ്നങ്ങൾ അവൾ നേടിയെടുക്കട്ടെ. എന്നിട്ട് അവിടെ കല്യാണം നീ ആലോചിക്കാവുള്ളൂ. പറഞ്ഞേ? ഞാൻ എന്നാൽ പോട്ടെ എന്നാ. അപ്പോൾ എല്ലാവരും വരണം. ഞാൻ വേറൊരു ദിവസം വരാം മോളുള്ളപ്പം. എന്തായാലും മോളെയും കൂട്ടി എല്ലാവരും വരണം പാല് കാച്ചിന്. പോട്ടെ എന്നാ. പോട്ടെ, വിഷമിക്കരുത് കേട്ടാ. നീ ഓർക്കുന്നുണ്ടോ അന്ന് അവൾ പോയ ദിവസം കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി പിടിച്ചോണ്ടാ പോയെന്ന്? പക്ഷെ ഇന്ന് അവൾ പോയത് കണ്ടോ? തല ഉയർത്തിപ്പിടിച്ചാണ് അവൾ പോയത്. അതിനൊക്കെ കാരണം നീയാ. അന്നേ ഞാൻ പറഞ്ഞതാ, എടീ അവനിക്ക് കെട്ടിച്ചൂടാവളെന്ന്. അപ്പോൾ നിനക്ക് അവൻ കൂലിവേലക്കാരൻ, പണമില്ല, അന്തസ്സില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഇന്ന് നിൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തായിരുന്നു ഇന്ന് അവൾ സന്തോഷമായിട്ടുള്ള ജീവിച്ചേനെ. ഞാൻ നിന്നോട് ഇനിയൊരു കാര്യം പറയാം. മനുഷ്യന്മാരെ താഴ്ത്തി കെട്ടിക്കാണരുത് ഒരു മനുഷ്യനെ. ഇന്ന് പണമില്ലയെന്നും പറഞ്ഞ് അന്ന് നീ പുച്ഛിച്ച ആൾക്കാരാണ് ഇന്ന് നിനക്ക് പണം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞത്. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, റബ്ബ് ഒന്ന് വിചാരിച്ചാൽ മതി. പണം ഉള്ളവന് പണമില്ലാത്ത അവസ്ഥയും പണമില്ലാത്തവനിക്ക് പണം ഉണ്ടാക്കുന്ന അവസ്ഥയും. അതുമാത്രം നീ മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി.